നമ്മളെല്ലാവരും ഇപ്പം ചർച്ച ചെയ്യുന്നത് ADGP MR അജിത് കുമാറിനെതിരെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നടപടിയെക്കുറിച്ച്. പക്ഷേ അങ്ങനെ ഒരു നടപടി വന്നാൽ എന്താകും ഇയാൾക്കെതിരായുള്ള നടപടി? ഇനി ഇയാൾക്കെതിരെ എന്ത് നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും ഒരു പുതിയ FIR ആ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് പുതിയ FIR ഇടേണ്ടതായി വരും എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ല, അത് ശരിയുമാണ്. കാരണം ഇയാൾ ഈ പറയുന്നത് എനിക്കിതിൽ പങ്കില്ല, ഞാൻ വയനാട്ടിൽ പോയിരിക്കുകയായിരുന്നു, എനിക്ക് ഇവിടുത്തെ ഒരു കാര്യവും അറിഞ്ഞുകൂടാ, ഇതെല്ലാം ചെയ്ത് ആ ഗ്രേഡ് SIമാരാണ്, ഇവന്മാരെ തലയിൽ വെച്ച് കൊടുത്താൽ മതി, ഞാൻ സേഫ്, ഞാൻ വളരെ ക്ലീനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ വിശദമായ വിശദീകരണം വേറെയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? അതായത് ശ്രീകാന്ത് ഗിരീഷ് എന്ന് പറയുന്ന 2 ഗ്രേഡ് SIമാർ ഇവരിപ്പോൾ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു, ഞങ്ങളാണ് ഇത് ചെയ്തത്, ഞങ്ങളാണ് കേസ് ഡയറി തിരുത്തിയത്, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തിരുത്തിയതല്ല, ഞങ്ങൾ ADGP ആയിരുന്ന MR അജിത് കുമാറിൻ്റെ ഉത്തരവ് പ്രകാരം തിരുത്തിയതാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അല്ല, ADGP ക്രമസമാധാന ചുമതല ADGP ആണ്, പോസ്റ്റ് കൊണ്ട് അതിലൊക്കെ ഉപരി പിണറായി വിജയനേക്കാൾ പവർഫുള്ളായിരുന്നു. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനേക്കാളും പവർഫുള്ളായിട്ട്, പിണറായി വിജയനേക്കാൾ പൊക്കത്തിൽ നിൽക്കുന്ന ആളായിരുന്നു. പിണറായി വിജയൻ പോലും അജിത്ത് പറയുന്ന അനുസരിക്കുന്ന ഒരു കാലഘട്ടം. അജിത്തിന് അടുക്കള വഴിയായിരുന്നു പ്രവേശനം എന്ന് പറയുന്നത്. കാരണം സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ചെവിക്ക് കടിച്ചു തിന്നുന്നവരെ ഈ അടുക്കള ഭക്തന്മാരാണ്. അവിടെ ചെന്ന് കൊച്ചമ്മയെ വിളിച്ച കൊച്ചമ്മേ മാഡം സേവകർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. കൊച്ചമ്മയുടെ സേവകന്മാരായിട്ട് നിന്നിട്ടാണ് കാര്യം പല ഭരണാധികാരികളെയും വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ല, അതിന് തെളിവായിട്ട് ഈ എവിടെ കമല വന്നിറങ്ങുമ്പോഴും അജിത്ത് അവിടെ നിൽക്കുന്നതായിട്ട് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയപ്പോൾ അവിടെയുണ്ട് സ്വീകരിക്കാൻ ഇയാൾ റോഡ് മാർഗ്ഗം പോയി അവിടെ ചെന്ന് നിൽക്കുന്നു. അത്രയ്ക്ക് രാജഭക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന അജിത്തിൻ്റെ ഈ രാജഭക്തി കാരണം അത് അല്ലെങ്കിൽ സ്വന്തം സ്വേച്ഛാധിപത്യം, പിണറായിയേക്കായി വലിയ ഏകാധിപതിയായിട്ട് പോലീസിൽ അജിത്ത് മാറിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്ന ആർക്കാണെന്നറിയാമോ? ഈ പാവപ്പെട്ട 2 ഗ്രേഡ് SIമാർക്ക്. ഇതിപ്പോൾ ഇവരുടെ തലയിൽ വെച്ച് കെട്ടി ഊരാനുള്ള ശ്രമമാണ്. അങ്ങനെയാണ് അജിത്തിൻ്റെ സസ്പെൻഷൻ ഒഴിവാകാം. എങ്കിൽ പോലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകും. കാരണം ഈ മൊഴി വെച്ചിട്ട് അയാൾക്കെതിരെ ചാർജ് ഷീറ്റും ഉണ്ടാവും, അയാൾക്കെതിരെ PR വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ റിട്ടയർ ചെയ്തിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ വലിയ സീനിയർ DYSPമാരായിട്ടും SP റാങ്കിലും ഒക്കെ റിട്ടയർ ചെയ്ത ചില ഉദ്യോഗസ്ഥർ ഇതിനകത്തെ ഒരു വലിയ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ കേസ് ഡയറി, ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ ഒരു കേസ് ഡയറി അയാളെ വിളിച്ചു വരുത്തി നിർബന്ധിച്ച് അത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ അത് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും അവകാശമില്ല. അപ്പോൾ തിരുത്തിയവനും തിരുത്തിച്ചവനും കേസിൽ പ്രതികളാവും. അങ്ങനെ കേസിൽ പ്രതികളാവണം. അപ്പോൾ അതിനകത്ത് ഈ PB പ്രക്ഷോഭ് പള്ളത്ത് സ്ഥിരമായിട്ട് ഈ MR അജിത് കുമാറിനെതിരെയും SP ആയിരുന്ന ഹരിശങ്കറിനെതിരെയും കൃത്യമായ വിലയിരുത്തൽ നടത്തും. 1-2 പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലെ, നന്ദനൻ പിള്ളയുണ്ട്, ഇദ്ദേഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇട്ടിരിക്കുകയാണ് ഈ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ 2 ഗ്രേഡ് അസിസ്റ്റൻ്റ് SIമാർ കേസ് ഡയറി തിരുത്തിയത് എന്ന് പറയുന്നു, എനിക്കതിൽ പങ്കില്ല എന്ന് പറയുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് PB പ്രക്ഷോഭിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, എൻ്റെ സാറേ നട്ടലിനുറപ്പില്ലെങ്കിൽ ഈ മാതിരി പണിക്കൊന്നും നിൽക്കരുത് കേട്ടോ. അതായത് അന്ന് ഈ 2 ഗ്രേഡ് SIമാരെ, അസിസ്റ്റൻ്റ് SIമാരെ വിളിച്ചു വരുത്തി ഇവരെ കൊണ്ട് ഈ കേസ് ഡയറി തിരുത്തിച്ചപ്പോൾ ആ തിരുത്തിച്ച സംഭവം ഏറ്റെടുക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ തിരുത്തിക്കാൻ അതിന് പോകരുതായിരുന്നു, അല്ലേ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആണത്തമുള്ളവരാണ് നിങ്ങൾ ഞാനാണ് അത് ചെയ്യിച്ചത്, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചെയ്യിച്ചതെന്ന് പറയാനുള്ള ആർജവം. ഇയാൾ എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ഒരാളെയും ഭയക്കാതെ ഈ നാട് മുഴുവൻ ഇയാൾ ഭയപ്പെടുത്തി നടന്ന, വിരാജിച്ച് നടന്ന ഒരു ഒറ്റ കൊമ്പനായിരുന്നു MR അജിത് കുമാർ. ഇപ്പോൾ അദ്ദേഹത്തിന് പേടിയാണ് പോലും. എന്താണ്? അപ്പോൾ ഇതിനകത്ത് തുടർന്ന് പറയുന്നു, ഒരു ADGPയുടെ രേഖാമൂലമുള്ള വിശദീകരണത്തിൽ ആരോപിക്കപ്പെട്ട ഈ ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ ആ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്രേഡ് SIമാരെ ആണ് തിരുത്തിയത്, അവരത് ഏറ്റുപറഞ്ഞു, ADGP പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ആ ADGPയുടെ ആരോപണത്തിൽ പറയുന്ന അവരാ തിരുത്തിയെന്ന് ADGPയും പറഞ്ഞു. അപ്പോൾ 2 കൂട്ടരും, ഒരാൾ കുറ്റസമ്മതം നടത്തുന്നു, ഒരാൾ ഇതിങ്ങനെയാണെന്ന് പറയുകയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ആ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണം. കാരണം കേസ് ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയാതെ വാക്കാലുള്ള തെളിവുകൾ
ADGPയുടെ ഓഫീസിൽ വെച്ച് തീ വെച്ച് നശിപ്പിച്ചു എന്ന് ADGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് വാക്കാലുള്ള ഉത്തരവ് പ്രകാരം തെളിവുകൾ നശിപ്പിച്ചു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 238 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. അപ്പോൾ ഈ സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ അടിയന്തരം ആരെങ്കിലും കോടതി പോകണം ഇവരെ വല്ല നടപടി അല്ല, അത് ഒന്ന് വകുപ്പ് തല നടപടിയല്ല ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്, മറിച്ച് FIR രജിസ്റ്റർ ചെയ്യണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 173 അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യണം. അതിനെന്താണ് കാരണമെന്നുകൂടി ഈ റിട്ടയർഡ് DYSP തുടർന്ന് പറയുന്നു. ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഡയറി എങ്ങനെ തിരുവനന്തപുരം ADGP ഓഫീസിൽ എത്തി എന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചാൽ വ്യക്തമാകും. അതായത് ഇപ്പോൾ ADGPക്ക് ഈ കേസ് ഡയറി വിളിച്ചു വരുത്താൻ യാതൊരു അധികാരവും ഇല്ല. അന്വേഷണ പുരോഗതി ചോദിക്കാം, ഇടക്കാല റിപ്പോർട്ട് ചോദിക്കാം, കേസ് ഡയറി കൊണ്ട് കൊടുക്കാൻ ഒരു അധികാരവുമില്ല. അതുപോലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാണ് അന്വേഷിക്കുക. അതിൻ്റെ ഉദ്യോഗസ്ഥനാണ് ജില്ലാ പോലീസ് മേധാവിയാണ്. ജില്ലാ പോലീസ് മേധാവിയോട് ഇവർക്ക് വിശദീകരണം തേടാൻ വേണം. ജില്ലാ പോലീസ് മേധാവി, DIG, IG തുടങ്ങി സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെയുള്ള ഉദ്യോഗസ്ഥർ അറിയാതെ മേൽപ്പറഞ്ഞ 2 അസിസ്റ്റന്റ് SIമാർക്ക് കേസ് ഡയറി കാണാൻ പോലും പറ്റില്ല. അതെങ്ങനെയാണ് പറ്റുന്നത്? സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് DGP തൊട്ട് താഴെ ജില്ലാ പോലീസ് മേധാവി വരെ ഉള്ളവർ അറിയാതെ ഇവർക്ക് ഈ കേസ് ഡയറി കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥരെയും ബലിയാടാക്കി അജിത്ത് തൻ്റെ സിംഹാസനത്തിൽ തുടരും. അപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥരും നിസ്സഹായരാണ്. ഇയാൾ പറഞ്ഞിട്ട് തിരുത്തി അവരെ പണി പോകുമെന്നുള്ളത് ചുരുക്കം. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തേ മതിയാകൂ എന്നാണ് PB പ്രശോഭിൻ്റെ പോസ്റ്റിൽ പറയുന്നത്. തോന്നിവാസങ്ങൾ പറയുകയും താഴെ ഉള്ളവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മറ്റുള്ള കലാപരിപാടികളാണ് കേരള പോലീസ് അരങ്ങേറിക്കൊണ്ട്. പണ്ടും അങ്ങനെയാണല്ലോ, വാക്കാൽ നിർദ്ദേശം കൊടുക്കുകയും അവസാനം ഈ കീഴ് ദിവസം അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ രീതി. അതുപോലെ മറ്റൊരു ഉദാഹരണം കൂടി ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. പാലക്കാട് അടക്കമുള്ള 9 ജില്ലകളിൽ മോഡേണൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കൺട്രോൾ റൂംസ് എന്ന പദ്ധതി പ്രകാരം 8 അടി നീളത്തിലും 4 അടി വീതിയിലും അളവിൽ LED മോണിറ്റർ സ്ഥാപിക്കാൻ ഓർഡർ ഇറക്കി. അതിന് വിപരീതമായി 8 TV മോണിറ്റർ നിരത്തി വെച്ച് ഹണിവെൽ എന്ന കമ്പനി മുഖേന ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ ശങ്കരന്മാർ. ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമാണ്. അതായത് LED മോണിറ്റർ വെക്കേണ്ടിടത്ത് TV കൊണ്ടുവച്ചിട്ട് പൈസ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. ഇതിനെതിരെ പ്രതികരിച്ച താഴ്ന്ന ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ അടക്കമുള്ള ഔദ്യോഗിക ജീവിതത്തെ നശിപ്പിച്ച കഥകളും അധികം താമസിക്കാതെ പുറത്തു വരും. എനിക്ക് തോന്നുന്നു ഈ പ്രശോഭിൻ്റെയാണ്, അദ്ദേഹമാണ് ഇതിനകത്ത് ഇരയായിട്ടുള്ള വ്യക്തി. അതായത് LED മോണിറ്റർ വെക്കേണ്ടിടത്ത് കൊണ്ട് TV അദ്ദേഹം അത് ചോദ്യം ചെയ്തു. അതിൻ്റെ ഇദ്ദേഹം SP ആയിട്ട് വിരമിക്കേണ്ട ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായ ഒരു കാര്യമാണ്. ഈ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ അന്വേഷിക്കണം. ഇതെങ്ങനെ കേസ് ഡയറി തിരുത്തി എന്നതിനെക്കുറിച്ച് വേറെ FIR ഇടണം. നിലവിലുള്ള രക്ഷാപ്രവർത്തന FIR അല്ല, വേറെ FIR. ഭാരതീയ ന്യായ സെക്ഷൻ 173 പ്രകാരം പുതിയ FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. സർക്കാർ അന്വേഷിച്ചില്ലെങ്കിൽ ആരെങ്കിലും കോടതി പോയെങ്കിലും ഇതിന്റെ ചൂണ്ടിക്കാട്ടും. അല്ല, സ്വാഭാവികമായിട്ട് ഇതിന്റെ അടുത്ത നടപടിക്രമം ഈ അന്വേഷണമാണ്. കേസ് ഡയറി എങ്ങനെ തിരുത്തി, അതായത് DGP മുതൽ SP വരെയുള്ളവർ അറിയാതെ ഈ കേസ് ഡയറി 2 ഗ്രേഡ് SIമാർ എങ്ങനെ തിരുത്തി. അങ്ങനെ വരുമ്പോൾ ഗ്രേഡ് SIമാരെ പ്രതികളാക്കി കേസെടുക്കണം. കേസെടുത്ത് അന്വേഷണം വരുമ്പോൾ കൂട്ടുപ്രതിയായിട്ട് അജിത്തും വരും. പ്രേരണ കുറ്റമുണ്ടല്ലോ, ഇയാളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമാണ്. ഇപ്പോൾ അജിത്തിനെതിരായ നടപടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അത് നടപടി എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടെ ആലോചിച്ചതിന് ശേഷം ഈ നടപടിക്രമം എന്താണെന്നുള്ളത് ഉടനെ പുറത്തു വരും. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന പോലീസിലെ ക്രിമിനൽ, ഇയാൾക്കെതിരെ നടപടിയും ഉണ്ടാകണം, ഇയാൾക്കെതിരെ കേസും എടുക്കണം, ഇയാളെ അറസ്റ്റ് ചെയ്യുകയും വേണം. അതാണ് ഈ പൊതുജനത്തിൻ്റെ. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്, അവർ ആരെങ്കിലും കോടതിയെ സമീപിക്കണം. അതെ, കോടതിയെ സമീപിക്കണമെന്നല്ല, ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. അതെ, ഈ അന്വേഷണത്തിന് അടുത്ത പടി എന്ന് പറയുന്നത് എന്താണ്? രക്ഷാപ്രവർത്തന കേസ് എങ്ങനെ അട്ടിമറിച്ചു എന്നതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന് അടുത്ത പടി കേസ് ഡയറി തിരുത്തി എന്നുള്ള. ആ കേസ് ഡയറി തിരുത്തിയതിന് വേറെ കേസ് രജിസ്റ്റർ ചെയ്യും. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ 2 ഗ്രേഡ് SIമാരാണ് പ്രതികളായിട്ട് വരുന്നത്. ബാക്കി ഈ ആലപ്പുഴയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷിയായിട്ട് വരും. ഈ അവരെ പ്രതികളായിട്ട് വരുമ്പോൾ അവരുടെ ഭാഗം വിശദീകരിക്കുമ്പോഴാണ് ഇത് അജിത്തിൻ്റെ കാര്യം. അപ്പോൾ അജിത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ വിശദമായ അന്വേഷണം വരും. അജിത്ത് അതിനകത്ത് പ്രതിയാകും, ഇവർ രണ്ടുപേരും രക്ഷപ്പെടും. അതാണ് സംഭവിക്കാൻ പോകുക. എന്താണെങ്കിലും വലിയ ഒരു ഇത് തന്നെയാണ്, അട്ടിമറി തന്നെയാണ് നടക്കുക. അപ്പോൾ ഇതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു വകുപ്പ് ഉണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹം ഈ റിട്ടയർഡ് DYSPയുടെ
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുറത്തു വരുന്നത്.